എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പൂർണ്ണമായിട്ടും ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു റിവിഷനാണ്. നിങ്ങൾ പഠിച്ചു വെച്ചതിൽ നിന്നും നമ്മൾ ഒരു റിവിഷൻ നടത്തുക. എക്സാമിൻ്റെ തലേ ദിവസം അതിലൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുക. നമുക്ക് നമ്മുടെ മെമ്മറി ഒന്ന് റീകോളിംഗ് കറക്റ്റായി നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റിവിഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കൃത്യമായി എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ, ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു. ഒരു സോഷ്യൽ സയൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു. നമ്മളെ തേർഡ് ഇയറിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഇത് നന്നായി പഠിക്കും. കാരണം നമ്മൾ ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഇത് കൊണ്ടുവരാണ്. അപ്പോഴാണ് നമുക്കിത് ഒന്നും കൂടി ക്ലാരിഫൈ ആവുക. നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടുന്നത് അപ്പോഴായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ വിഷയങ്ങൾ നമ്മൾ തിയററ്റിക്കലായിട്ട് എല്ലാം പഠിക്കും. അപ്പോൾ നമ്മൾ അവസാനം പ്രാക്ടിക്കലി പഠിക്കുകയും ചെയ്യും തേർഡ് ഇയറിൽ. നാളെ നിങ്ങൾക്ക് എക്സാം ഉണ്ട്, മറ്റന്നാളെ എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു അനലൈസ് ചെയ്ത് നോക്കലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇഗ്നോന്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് 2 സെക്ഷൻ ഉണ്ടാവും. 2 സെക്ഷനിൽ നിന്ന് മിനിമം ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും എഴുതണം. ഒരു സെക്ഷനിൽ നിന്ന് 3 എഴുതേണ്ടി വരും, മറ്റൊരു സെക്ഷനിൽ നിന്ന് 2 എഴുതേണ്ടി വരും. അപ്പോൾ 3 മിക്കവാറും ഉണ്ടാവുക. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾ PYQ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യന് 1ാമത്തെ യൂണിറ്റിൽ നിന്നായിരിക്കും, 2ാമത്തെ ക്വസ്റ്റ്യൻ 2ാമത്തെ യൂണിറ്റിൽ നിന്നായിരിക്കും. അങ്ങനെ ആ ഒരു ഓർഡറിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 ഭാഗത്തുനിന്ന് 2 ക്വസ്റ്റ്യനെങ്കിലും 2 യൂണിറ്റെങ്കിലും സീരിയസ് ആയിട്ട് പഠിക്കുക. അവസാനം ഞാൻ പറഞ്ഞു വരുന്ന ട്രിക്കാണ് ഇത്. മുമ്പ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം പഠിക്കാൻ വേണ്ടി പറയായിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ പറയാനുള്ളത് ഒരു 2 ഭാഗം ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഏതെങ്കിലും 2-3 ചാപ്റ്റർ സീരിയസ് ആയി പഠിക്കാം. നമുക്ക് 1 അല്ലെങ്കിൽ 2 ചാപ്റ്ററൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് സ്കിപ്പ് ചെയ്യാം. മൊത്തത്തിലാണ്ട് സ്കിപ്പ് അടിച്ചിട്ട് ഒന്നും പഠിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി വെക്കരുത്. നമ്മള് PYQസിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ ആൻഡ് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ നോക്കാം. അതിൽ 1ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. പിന്നുള്ളത് ഡിഫൈൻ റിസർച്ച്, ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് പ്രോസസ്, ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, സ്റ്റെപ്സ് നിർബന്ധമാണെന്ന് മനസ്സിലായി, ക്യാരക്ടറിസ്റ്റിക്സും നിർബന്ധമാണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് രണ്ടും സീരിയസ് ആയിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. എന്താണ് നമ്മുടെ സൈക്കോളജിയുടെ റിസർച്ചിന്റെ ഗോൾ എന്താണെന്ന ചോദ്യം വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ പരമാവധി 3 പേജെങ്കിലും നമ്മൾ ആൻസർ ചെയ്യണം. എന്നാലും നമുക്ക് 10 മാർക്ക് കിട്ടുള്ളൂ. ആ 2 മണിക്കൂറേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ കറക്റ്റ് ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് 10 മാർക്കിന് കറക്റ്റ് ആയിട്ട് എല്ലാവരും എഴുതാൻ ശ്രമിക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കുക. എക്സ്പ്ലെയിൻ ദ ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. അതിൽ ഗോൾസ് ചെയ്ത് ആദ്യം ഗോൾസ്. ഇതിൽ 2 ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഗോൾസും ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഒന്ന് സ്റ്റെപ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഗോൾസ് ചെയ്ത എന്താണ് സൈക്കോളജിയുടെ റിസർച്ചിന്റെ ഗോൾസ് എന്താണ്? 1ാമത്തെ ഡിസ്ക്രിപ്ഷൻ ആണ്. ടു ഒബ്സർവ് ആൻഡ് ഡിസ്ക്രൈബ് ബിഹേവിയേഴ്സ് ആസ് ദേ അക്കർ നാച്ചുറലി. നമുക്കറിയാം, ഡിസ്ക്രൈബ് ചെയ്യാം നമ്മൾ എന്താണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഒബ്സർവേഷനിലൂടെ ആയിരിക്കും. ഒബ്സർവേഷനിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ അതൊരു ഗോളാണ്. സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ഒരു ഗോളാണ്. നമുക്ക് ഡിസ്ക്രിപ്ഷൻ അവിടെ കിട്ടുക എന്നുള്ളത് ഒരു ഗോളാണ്. പിന്നെ അത് എക്സ്പ്ലനേഷൻ ആണ്. ടു അണ്ടർസ്റ്റാൻഡ് കോസസ് ബിഹൈൻഡ് ദ ബിഹേവിയർ. ഒരു ബിഹേവിയർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതാണ് 2ാമത്തെ ഗോൾ. 3ാമത്തെ ഗോൾ പ്രഡിക്ഷൻ ആണ്. ടു ആന്റിസിപ്പേറ്റ് ഫ്യൂച്ചർ ബിഹേവിയർ. നമുക്ക് അറിഞ്ഞിട്ടുണ്ടാകാം ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു ബിഹേവിയർ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാകും
ഇനി ഈ ബിഹേവിയർ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു കോസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്കൊരു പ്രഡിക്ഷനും ഉണ്ടാകുക. അതാണ് മൂന്നാമത്തെ ഗോൾ. നാലാമത്തെ ഗോൾ കൺട്രോൾ ഓർ മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ടു ചേഞ്ച് ഓർ കൺട്രോൾ ബിഹേവിയർ ത്രൂ ഇന്റർവെൻഷനിലൂടെ നമുക്ക് ചിലപ്പോൾ അത് ഒരു പോസിറ്റീവ് ബിഹേവിയർ ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കൺട്രോൾ ചെയ്യണം. എങ്ങനെ? അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ചെയ്യണം. ഇനി ഒരു നെഗറ്റീവ് ബിഹേവിയർ ആയിരിക്കാം. ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ എന്തൊക്കെയാണ്? DEPC എന്ന് പഠിച്ചു വെക്കുക. DEPC. D ഫോർ ഡിസ്ക്രിപ്ഷൻ, E ഫോർ എക്സ്പ്ലനേഷൻ, P ഫോർ പ്രഡിക്ഷൻ ആൻഡ് C ഫോർ കൺട്രോൾ എന്ന 4 പോയിന്റുകളാണ് നിങ്ങളുടെ ഗോൾസിൽ വരുന്നത്. ഇനി വരാൻ പോകുന്നത് സ്റ്റെപ്സ് ആണ്. എങ്ങനെയാണ് സൈക്കോളജി റിസർച്ച് ചെയ്യാന്നുള്ള സ്റ്റെപ്സ്. അതിൽ ഒന്നാമതാണ് ഐഡന്റിഫൈങ് ദ പ്രോബ്ലം. പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാവണം. ഡിഫൈൻ എ സ്പെസിഫിക് ആൻഡ് റിസർച്ചബിൾ ഇഷ്യൂ. ഒരു റിസർച്ചബിൾ ഇഷ്യൂ കണ്ടെത്തിയിട്ട് ഇവിടെ റിസർച്ചിന് സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ റിസർച്ച് ചെയ്യാം. അതാണ് ഒന്നാമത്തെ സാധനം, ഐഡന്റിഫൈങ് ദ പ്രോബ്ലം. സെക്കൻഡ് വൺ ഈസ് ലിറ്ററേച്ചർ റിവ്യൂ. അത് ആ പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ആ പ്രോബ്ലമുമായി ബന്ധപ്പെട്ട് മുമ്പ് വന്നിട്ടുള്ള എല്ലാ ലിറ്ററേച്ചറുകളെയും നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. അതാണ് ലിറ്ററേച്ചർ റിവ്യൂ. മൂന്നാമത്താണ് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഒന്നുകിൽ ഇത് തമ്മിൽ രണ്ടും പരസ്പരം അങ്ങോട്ട് ബന്ധമുണ്ട്, റിലേറ്റഡ് ആണ് എന്ന് പറയുന്നതാണ് ഒരു ഹൈപ്പോത്തിസിസ്. അതേസമയത്ത് തന്നെ നമ്മൾ 2 ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെക്കണം. ഒന്ന് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെക്കണം, നൾ ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെക്കണം. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ആ രണ്ടും തമ്മിൽ ബന്ധമില്ല എന്ന് പറയാം. അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് പറഞ്ഞാൽ അത് രണ്ടും ബന്ധമുണ്ട്. ഏതെങ്കിലും 2 വേരിയബിൾസ് വെച്ച് ആ 2 വേരിയബിൾസും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും, ബന്ധമില്ല എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസുമാണ്. പിന്നെ അത് ചൂസിങ് എ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ ഒന്നെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ, എക്സ്പെരിമെന്റ് ആണോ, സർവേ ആണോ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. ഡാറ്റ കളക്ഷൻ ചെയ്യുക, അനാലിസിസ് നടത്തുക. ഡാറ്റ എന്താണോ നമ്മൾ ഈ വേരിയബിൾ എടുത്തിട്ടുള്ള അതനുസരിച്ച് എന്ത് ഡാറ്റ ആണോ ആവശ്യം അത് കളക്ട് ചെയ്യുക, അത് അനാലിസ് ചെയ്യുക. പിന്നെ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇന്ന കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചു, ഇന്ന സംഭവം ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നുള്ള ഇന്റർപ്രിട്ടേഷൻ നടത്തുക. ഡാറ്റ കളക്ഷൻ നടത്തി ഇന്റർപ്രിട്ടേഷൻ നടത്തുക. അപ്പോൾ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഐഡന്റിഫൈങ് ദ പ്രോബ്ലം, ലിറ്ററേച്ചർ റിവ്യൂ, ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തിസിസ്, ചൂസിങ് എ റിസർച്ച് ഡിസൈൻ, ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന 6 സ്റ്റെപ്സും നമ്മൾ പറഞ്ഞു, 4 ഗോൾസും പറഞ്ഞു. അങ്ങനെ നമുക്ക് 10 മാർക്കും കിട്ടി. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫൈൻ റിസർച്ച്, ഡിസ്കസ് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്. എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞാൽ? Research is a systematic and scientific investigation conducted to understand phenomena, solve problem or generate new knowledge. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഒരു ഫിനോമിനയെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയൊരു നോളജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയി സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് റീസെർച്ച് എന്ന് പറയാം. എന്ന് നിങ്ങൾ ആൻസർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പറയുന്നുണ്ട്. ഇതിൽ 2 ചോദ്യമുണ്ട്, 3 ചോദ്യമുണ്ട്. സ്റ്റെപ്സും പറയുന്നുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സും ചോദിക്കുന്നുണ്ട്, റിസർച്ച് ഡിഫൈൻ ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ റിസർച്ച് ഡിഫൈൻ ചെയ്ത് കഴിയുക, അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന്, ഒബ്ജക്ടിവിറ്റി ഉണ്ടാവണം. 2ാമത്തെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, എംപിരിക്കൽ ആയിരിക്കണം, റെപ്ലിക്കബിൾ ആയിരിക്കണം, എത്തിക്കൽ ആയിരിക്കണം. ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉൾക്കൊള്ളിച്ച് നമുക്ക് ഡെഫിനിഷൻ എഴുതാൻ പറ്റും. ഡെഫിനിഷനിൽ കൊടുത്ത സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടോ അത് സെപ്പറേറ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും പറയാൻ പറ്റും. ഫസ്റ്റ് പറഞ്ഞു ഒബ്ജക്ടിവിറ്റി ഉണ്ടാവണം എന്ന് വെച്ചാൽ പേഴ്സണൽ ബയാസ് ഉണ്ടാവരുത്, എല്ലാവർക്കും പറ്റുന്നതായിരിക്കണം. ഒബ്ജക്ടിവിറ്റി ഉണ്ടാവണം. സിസ്റ്റമാറ്റിക് ആയിരിക്കണം, മീൻസ് ഓർഗനൈസ്ഡ് സ്റ്റെപ്സ് പറയുന്നുണ്ട് സൈക്കോളജിക്കൽ റിസർച്ച്, അത് ഫോളോ ചെയ്തിരിക്കണം. 3ാമത്തത് എംപിരിക്കൽ ആയിരിക്കണം, ഒബ്സർവബിൾ ഡാറ്റയിൽ നിന്നും എടുത്തതായിരിക്കണം. 4ാമത്തത് റെപ്ലിക്കബിൾ ആയിരിക്കണം, മീൻസ് അതേഴ്സ് ക്യാൻ റിപ്പീറ്റ് ദ റിസർച്ച്. മറ്റൊരാൾക്കും റിസർച്ച് റിപ്പീറ്റ് ചെയ്താൽ ഒരേ ഉത്തരം തന്നെ കിട്ടുന്നുണ്ടോ എന്ന് റെപ്ലിക്കബിൾ ആയിരിക്കണം. 5ാമത്തത് എത്തിക്കൽ ആയിരിക്കണം. ഒരുപാട് എത്തിക്കൽ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. കൺസെന്റ് ഉണ്ടാവണം, പാർട്ടിസിപ്പന്റ് കൺസെന്റ് ഉണ്ടാവണം, അവരുടെ ഐഡന്റിറ്റി പുറത്തു വിടാൻ പാടില്ല എന്ന് പറയുന്ന ഒരുപാട് എത്തിക്കൽ ആസ്പെക്ട് ഉണ്ട്. അതും കൃത്യമായി നടന്നിരിക്കണം. പിന്നെ പറയുന്ന സ്റ്റെപ്സ് ആണ് 3ാമത്തെ. അത് സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ഡിസ്കസ് ചെയ്തു എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ മൂന്ന് ഭാഗങ്ങളും ആ ഒരു ആൻസറിന് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുക. പിന്നെ പറയുന്നത് ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. ഇത് ഡിസംബർ 2023 2024 സെയിം ക്വസ്റ്റ്യൻ സെയിം പാറ്റേണിൽ
റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് മീൻസ് നേരത്തെ പറഞ്ഞ അതേ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഒന്ന് എംപിരിക്കൽ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, റെപ്ലിക്കബിൾ ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, എത്തിക്കൽ ആയിരിക്കണം. ഈ 5 കാര്യത്തെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. അപ്പോൾ 10 മാർക്കിനുള്ളത് 5 പോയിന്റുകൾ ഉണ്ട്. എന്തൊക്കെ? എംപിരിക്കൽ ആയിരിക്കണം, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം, റെപ്ലിക്കബിൾ ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, എത്തിക്കൽ ആയിരിക്കണം എന്നുള്ള 5 പോയിന്റ് ശ്രദ്ധിക്കുക. ആ 5 പോയിന്റ് എഴുതി കൊടുത്താൽ അത് മാർക്കായി. അപ്പൊ അത്രേ പഠിക്കാനുള്ളൂ. ഈ പാഠത്തിൽ നിന്ന് മെയിനായിട്ട് പഠിക്കാനുള്ള ക്യാരക്ടറിസ്റ്റിക്സും സ്റ്റെപ്സും പിന്നെ സൈക്കോളജി ഒന്ന് റെഫറൻസ് ചെയ്യാനും ഒരു ഡിഫൈൻ സൈക്കോളജിക്കൽ റിസർച്ചിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനും പഠിച്ചു വെക്കുക. എന്നാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ മൊത്തം കവർ ചെയ്യും. പിന്നെ യൂണിറ്റ് നമ്പർ 2 പ്രോബ്ലം ആൻഡ് ഹൈപ്പോത്തിസിസ് ആണ്. ഇതിൽ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് റിസർച്ച് പ്രോബ്ലം. ഒന്നാമത്തെ ചോദ്യം ഡിസംബർ 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം നമ്മൾ കണ്ടെത്താന്ന് പറഞ്ഞല്ലോ, അത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്, അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെയാണ് ഒബ്സർവേഷൻ, നോട്ടീസിങ് പാറ്റേൺസ് ഓർ ഇഷ്യൂസ് ഇൻ റിയൽ ലൈഫ് ഓർ പ്രീവിയസ് സ്റ്റഡീസ്. ഒന്ന് ഒബ്സർവേഷൻ നടത്തുക, കൃത്യമായി ഒബ്സർവേഷൻ നടത്തുക. രണ്ടാമത് ലിറ്ററേച്ചർ റിവ്യൂ നടത്തുക. മൂന്നാമത് ക്ലാരിറ്റി ആൻഡ് ഫീസിബിലിറ്റി. ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഫീസിബിലിറ്റി. ലിറ്ററേച്ചർ റിവ്യൂ എന്താണെന്ന് അറിയാം. പിന്നെ ക്ലാരിറ്റി ആൻഡ് ഫീസിബിലിറ്റി ഉണ്ടായിരിക്കണം. മീൻസ് പ്രോബ്ലം മസ്റ്റ് ബി സ്പെസിഫിക്, മെഷറബിൾ ആൻഡ് പ്രാക്ടിക്കൽ ടു സ്റ്റഡി. ക്ലാരിറ്റി ഉണ്ടാവണം. ഫീസിബിലിറ്റി മീൻസ് പ്രാക്ടിക്കബിൾ ടു സ്റ്റഡി. പഠിക്കാൻ പറ്റിയൊരു വിഷയം എടുക്കണം. അല്ലാതെ ഭൂലോകത്തുനിന്ന് ആരും കൊണ്ടുവരാത്ത ഒരു സെപ്പറേറ്റ് ഒരു യുണീക്ക് ആയിട്ടുള്ള വിഷയമായിക്കോട്ടെ എൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വയ്യാത്ത ഏലിയൻസിന്റെ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു യുണീക്ക് സാധനം കൊണ്ടുവരാനൊന്നും ആരും ശ്രമിക്കരുത്. അപ്പൊ ഫീസിബിലിറ്റി ഉണ്ടാവണം, ക്ലാരിറ്റി ഉണ്ടാവണം, ലിറ്ററേച്ചർ റിവ്യൂ നടത്തിയിരിക്കണം, ഒബ്സർവേഷൻ ഉണ്ടാവണം, അതേപോലെ തന്നെ എത്തിക്കൽ കൺസിഡറേഷൻ. കണ്ടില്ലേ, ഒരേ സംഭവം തന്നെയാണ് വീണ്ടും ചാപ്റ്ററുകളിലായിട്ട് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യാൻ അതിന്റെ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അത് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കാം. എന്താണ് എത്തിക്കൽ കൺസിഡറേഷൻ, എന്താണ് റിസർച്ച് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്, എന്തൊക്കെയാണ് സ്റ്റെപ്സ് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററിലും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഇനി 5ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ സോഴ്സസ് ആൻഡ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. സോഴ്സ്, ഹൈപ്പോത്തിസിസ് നമുക്ക് ഏത് സോഴ്സുകളിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ അതിന്റെ ടൈപ്സും അതിന്റെ സോഴ്സും, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, തിയറികളിൽ നിന്നൂടെ ആവാം, എസ്റ്റാബ്ലിഷ്ഡ് ഫ്രെയിംവർക്ക് ഉണ്ടാകാം, തിയറികളിലൂടെ കിട്ടാം, പിന്നെ പ്രീവിയസ് റിസർച്ചുകളിലൂടെ കിട്ടാം, പിന്നെ എക്സ്പീരിയൻസിലൂടെ കിട്ടാം. ഇതാണ് 3 സോഴ്സ്. ഏതൊക്കെയാണ്? ഒന്ന് തിയറി, പിന്നെ ഒന്ന് പ്രീവിയസ് റിസർച്ച്, പിന്നെ ഒന്ന് എക്സ്പീരിയൻസ്. ഈ 3 സംഭവങ്ങളിൽ നമുക്ക് ഹൈപ്പോത്തിസിസ് കിട്ടാം. ഹൈപ്പോത്തിസിസ് പറഞ്ഞാൽ എന്താ? ഹൈപ്പോത്തിസിസ് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ എടുക്കാം, സോഷ്യൽ മീഡിയ ഉപയോഗം അഡോളസൻസിൽ അല്ലെങ്കിൽ ടീനേജ് സ്റ്റുഡൻസിൽ അഗ്രസീവിന് കാരണമാകുന്നുണ്ട് എന്ന് നമ്മളൊരു ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെക്കും. അതാണ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, അപ്പോൾ കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും കാരണമാകുന്നില്ല എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ്. അപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ 2 മുന്നോട്ട് വെക്കണം, 2 ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെക്കണം. ഒന്ന് ഇങ്ങനെ കാരണമാകുന്നുണ്ട്, അഗ്രസീവിന് കാരണമാകുന്നുണ്ട് എന്ന് പറയുന്ന ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് മീൻസ് ശരിക്കുള്ള ഹൈപ്പോത്തിസിസ്. പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ റിസർച്ച് ഒരു 5% തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. 5%, 0.05% തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ തെറ്റിപ്പോവാൻ സാധ്യത ഉള്ളതിനെയാണ് എന്ത് പറയാം, ട്രൂ നല്ല ഹൈപ്പോത്തിസിസ് പറയാം. മീൻസ് അങ്ങനെ സാധ്യത ഇല്ല എന്ന് പറയുന്നത് ശരിയാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ എന്താ പറഞ്ഞത്, ഇങ്ങനെ ബന്ധമില്ല അല്ലെങ്കിൽ അഗ്രസീവിന് കാരണമാകുന്നില്ല എന്ന് പറയുന്നത് ശരിയായാൽ നമ്മുടെ റിസർച്ച് തെറ്റി. അപ്പൊ അതാണ് ശരിക്കും ട്രൂ ആവുക. അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പൊ അതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ കിട്ടും? തിയറിയിൽ നിന്ന് കിട്ടും, പ്രീവിയസ് റിസർച്ചിൽ നിന്ന് കിട്ടും, എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടും. ഇനി ടൈപ്സ് എങ്ങനെയാണ്? അതാണ് ഫസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഒന്ന് നൾ ഹൈപ്പോത്തിസിസ് മീൻസ് അസ്യൂംസ് നോ എഫക്ട് ഓർ ഡിഫറൻസ് എന്ന് പറയാം. അതായത് ഇങ്ങനെ ഒരു ഉദാഹരണം സഹിതം നിങ്ങൾ എഴുതി കൊടുത്തോളൂ. ഇങ്ങനെ പറയാം, ഓൺലൈൻ സോഷ്യൽ മീഡിയ യൂസേജസ് ടീനേജുകളിൽ അഗ്രസീവിന് കാരണമാകുന്നില്ല. ഇതാണ് നൾ ഹൈപ്പോത്തിസിസ്. അസ്യൂംസ് നോ എഫക്ട്സ് ഓർ നോ ഡിഫറൻസ്. അതാണ് നൾ ഹൈപ്പോത്തിസിസ്. ഇനി ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അസ്യൂംസ് എ ഡിഫറൻസ് ഓർ റിലേഷൻഷിപ്പ് എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗം ടീനേജുകളിൽ അഗ്രസീവിന് കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഡയറക്ഷണൽ ഉണ്ട്, പ്രെഡിക്ട്സ് ദ സ്പെസിഫിക് ഡയറക്ഷൻ ഓഫ് ഔട്ട്കം. ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, ഇത് ഹൈ ലെവൽ ഓഫ് സ്ട്രെസ്,
ഹൈ ലെവൽ ഓഫ് സോഷ്യൽ മീഡിയ കാരണം ഉണ്ടായതാണ്. മീൻസ് നമ്മൾ തന്നെ ഹൈപ്പോത്തീസിസ് ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകണം. ഹൈ ലെവൽ ഓഫ് ഇതിന് ഹൈ കാരണമാണെന്നുള്ള ഒരു ഡയറക്ഷൻ. നോൺ ഡയറക്ഷൻ സ്ട്രെസ്, സോഷ്യൽ മീഡിയ ഉപയോഗം സ്ട്രെസ്സിന് കാരണമാകുന്നുണ്ട്. ഇത് നോൺ ഡയറക്ഷനലാണ്. ഒന്നുകിൽ ഹൈ ആവാം അല്ലെങ്കിൽ ലോ ആവാം. മറ്റേത് ഹൈ എന്ന് ഒരു ഡയറക്ഷൻ തന്നെ, ഒരു ലോഡഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങോട്ട് പറയാം. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്ക് പോകും. അപ്പൊ അതാണ് 4 ടൈപ്സ്. എന്തൊക്കെയാണ്? നൾ ഹൈപ്പോത്തീസിസ്, അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ്, ഡയറക്ഷണൽ ആൻഡ് നോൺ ഡയറക്ഷണൽ. അത് അവസാനത്തെ രണ്ടെണ്ണം അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നൾ ഹൈപ്പോത്തീസിസ് ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് അത് അത്രയും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കും. ഹൈപ്പോത്തീസിസ് നിങ്ങൾ റിസർച്ചിന് നിർബന്ധമാണ്. അപ്പൊ അത് കറക്റ്റ് ഉണ്ടാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കുക. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഐഡന്റിഫൈങ് റിസർച്ച് പ്രോബ്ലം. അതാണ് നേരത്തെ പറഞ്ഞത്. അതേ ഐഡന്റിഫൈങ് റിസർച്ച് പ്രോബ്ലത്തെ കുറിച്ച് നിങ്ങൾ എന്താ ഒബ്സർവ് ചെയ്യുക? അങ്ങനെ ഇതായിട്ടുള്ള പറയുന്ന ആ ഒരു ഐഡന്റിഫൈ പ്രോബ്ലം ഉണ്ടല്ലോ, അതിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതി കൊടുക്കാം. പിന്നെ അടുത്ത പോയിന്റ്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ നൾ ഹൈപ്പോത്തീസിസ്. December 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. അത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ എന്ന് വന്നത് തന്നെയാണ്. ഒന്ന് 5 മാർക്കിനും ഇന്നൊന്ന് 5 മാർക്കിനും എഴുതി കൊടുത്താൽ മതി. അപ്പൊ നൾ ഹൈപ്പോത്തീസിസ് എന്താന്ന് പറഞ്ഞാൽ, നൾ ഹൈപ്പോത്തീസിസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധമില്ല. സോഷ്യൽ മീഡിയ ഉപയോഗം അഗ്രസീവിന് കാരണമാകുന്നില്ല എന്ന് പറയുന്ന നൾ ഹൈപ്പോത്തീസിസ്. അതാണ് നിങ്ങൾക്ക് വിഷയം മനസ്സിലായില്ലേ? കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഇനി അത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം, അത്ര ഉള്ളൂ. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ റിസർച്ച് ടൈപ്സ്. റിസർച്ച് പ്രോബ്ലത്തിന്റെ ടൈപ്സ് എഴുതാൻ പറഞ്ഞു. ഒന്ന് തിയറട്ടിക്കൽ ടൈപ്പ് ഉണ്ട്. എക്സ്പ്ലോർസ് ബേസിക് പ്രിൻസിപ്പൽസ് ആൻഡ് കൺസ്ട്രക്ട്. അതായത് ഒന്ന് റിസർച്ച് പ്രോബ്ലം തിയറട്ടിക്കലി പ്രശ്നം ഉണ്ടാവും. ഏതെങ്കിലും ഒരു തിയറി എടുക്കാം, ഫ്രോയിഡിന്റെയോ യൂങ്ങിന്റെയോ അല്ലെങ്കിൽ ഇവരുടെ അഡ്ലറിന്റെ ഒക്കെ തിയറട്ടിക്കലി അതിന് പ്രശ്നമുണ്ട്. അതാണ്. അങ്ങനെയാണെങ്കിൽ റിസർച്ചിന് സ്കോപ്പ് ഉണ്ട് അവിടെ. ആ തിയറിനെ ഒന്ന് മാറ്റം വരുത്തി തിയറിന് ഇന്ന പ്രശ്നം ഉണ്ടെന്നുള്ള തിയറട്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യും. പിന്നെ അപ്ലൈഡ് മീൻസ് സോൾവ്ഡ് റിയൽ ലൈഫ് പ്രോബ്ലം. റിയൽ ലൈഫിൽ എന്തെങ്കിലും തിയറി അടിപൊളിയാണ്, പക്ഷെ ക്ലാസ് അല്ലെ ഈ റിയൽ ലൈഫ് പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തിയറിയോട് ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ഇൻവോൾവ്സ് ഡിസ്ക്രൈബിങ് ഫിനോമിന ഡിസ്ക്രൈബ് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഫിനോമിന അത് മര്യാദയ്ക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. പിന്നെ കോസൽ ആണ്. കോസൽ മീൻസ് സ്റ്റഡീസ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. 2 വേരിയബിൾസിന്റെ ഇടയിലുള്ള കോസസ് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെയും ഒരു റിസർച്ചിന് സ്കോപ്പ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണുള്ളത്? ഒന്ന് തിയറട്ടിക്കൽ പ്രശ്നങ്ങൾ കാരണം. യെസ്, ടെക്സ്റ്റിലെ ടൈപ്പ് ഓഫ് റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് യൂണിവേരിയബിളും ബൈവേരിയബിളും മൾട്ടിവേരിയബിളും അങ്ങനെയാണല്ലോ. സാറ് പറഞ്ഞത് ഇതില് കാണുന്നില്ലല്ലോ. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. യൂണിവേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാം. ബൈ വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ 2 വേരിയബിൾസിനെ പഠിക്കാം. മൾട്ടി വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ 2 കൂടുതൽ വേരിയബിൾസിനെ കുറിച്ച് പഠിക്കാം. അത് എത്ര വ്യത്യാസമുള്ളൂ. ഒന്ന് സോഷ്യൽ മീഡിയ ഉപയോഗം മാത്രം പഠിക്കാം, പിന്നെ ഒന്ന് സോഷ്യൽ മീഡിയ ഉപയോഗം പ്ലസ് വേറെ എന്തെങ്കിലും ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു വേരിയബിൾ. അപ്പൊ അത് രണ്ടും എങ്ങനെയാണ് ഈ കുട്ടികളുടെ എഫക്ട്, ഈ അഗ്രസീവിന് എഫക്റ്റ് ആകുന്നത് എന്ന് വേണേൽ പഠിക്കാം. അത് ഒരു മാർഗം. പിന്നെ മൾട്ടി വേരിയബിൾ ആകുമ്പോൾ അതിന്റെ കൂടെ വേറൊരു വേരിയബിൾ, ഒരു 3-4 വേരിയബിളും കൂടെ കൂട്ടിയിട്ട് ഇതെങ്ങനെയാണ് അഗ്രസീവിന് കാരണമാകുന്നത്. അപ്പൊ അതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ല ഐഡന്റിഫൈങ് റിസർച്ച് പ്രോബ്ലം. അത് ടെക്സ്റ്റിൽ നമുക്ക് 10 മാർക്സിന് എഴുതാനുള്ളതൊന്നും ഇല്ല, ഒരു 5 മാർക്കിന് എഴുതാനുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ എന്താക്കി പറഞ്ഞാൽ കുറെ ഉദാഹരണങ്ങളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ എഴുതി കൊടുത്താൽ മതി. കുറെ ഉദാഹരണങ്ങൾ കുറെ പറയാം. അപ്ലൈഡും തിയറട്ടിക്കലും ഒക്കെ പ്രോബ്ലം തന്നെയല്ലേ. അപ്ലൈഡ്, തിയറട്ടിക്കൽ, ഡിസ്ക്രിപ്റ്റീവ്, കോസൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് 10 മാർക്കിന് എഴുതിയാൽ മതി. കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, ബാക്കി നിങ്ങളൊക്കെ ചെയ്തോളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ. സ്ലൈഡ് നീങ്ങുന്നില്ല. ഓക്കെ, ഇപ്പൊ നീങ്ങല്ലേ?
ഇനി കൺസ്ട്രക്ട്സും വേരിയബിൾസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ കൺസ്ട്രക്ട് ആൻഡ് ഡിസ്കസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ട്. എന്താണ് കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞാൽ? കൺസ്ട്രക്ട്സ് ആർ അബ്സ്ട്രാക്ട് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്. എക്സാമ്പിൾ ആങ്സൈറ്റി, ഇന്റലിജൻസ്. അതായത് നമുക്ക് അബ്സ്ട്രാക്ട് ആയി നമുക്ക് കാണാനും തൊടാനൊന്നും പറ്റാത്ത ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ആണ് ഈ കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഇത് പറഞ്ഞാൽ മീൻസ് അബ്സ്ട്രാക്ട് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ് ഇന്റലിജൻസ്, ആങ്സൈറ്റി ഒക്കെ പോലുള്ള. അതുകൊണ്ട് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. പിന്നെ കോൺക്രീറ്റ് കൺസ്ട്രക്റ്റുകളുണ്ട്, അബ്സ്ട്രാക്ട് കൺസ്ട്രക്റ്റുകളുണ്ട്. ചില കൺസ്ട്രക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി മെഷറബിൾ ആണ്, വെയിറ്റ് ഒക്കെ പോലെ. അപ്പൊ അത് ആ ഒരു കോൺക്രീറ്റ് കൺസ്ട്രക്റ്റിൽ പെടും. പിന്നെ പ്യൂർ അബ്സ്ട്രാക്ട് കൺസ്ട്രക്റ്റുകളുണ്ട്, മീൻസ് റിക്വയർ ഓപ്പറേഷണൽ ഡെഫിനിഷൻ, മോട്ടിവേഷൻ മെഷേർഡ് ത്രൂ ടാസ്ക് കംപ്ലീഷൻ റേറ്റ്. മീൻസ് അതായത് നമുക്ക് ഈ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടാവില്ല, അതിന്റെ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത് മെഷർ ചെയ്യും വേണം. മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനെ കുറിച്ചാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അറിയാവുന്ന ഒരു മെഷറബിൾ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് കൺസ്ട്രക്ട്സ്. അപ്പൊ കൺസ്ട്രക്ട് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡിസ്കസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ട്. കൺസ്ട്രക്ട് നിങ്ങൾ ഇതിലെന്താ പറയുന്നത്? എൻ്റെ അടുത്ത് മെറ്റീരിയൽ ഇല്ല. വേറെ ഏത് കൺസ്ട്രക്റ്റുകളാണ് പറയുന്നത്? ഇന്റർവെയിനിങ് വേരിയബിൾസ്, ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്സ് ഒക്കെ പറയണേ. ഇന്റർവെയിനിങ് വേരിയബിൾസ് മീൻസ് ഇന്റർവെയിനിങ് വേരിയബിൾസ് ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇപ്പം ഇങ്ങനെ നോക്കാം, ഒരു കുട്ടി പഠിക്കുന്നതിനെ കുറിച്ച് റിസർച്ച് നടത്തണം. അപ്പോ ലൈറ്റിന്റെ എഫക്ട് നോക്കിയിട്ട് ഇങ്ങനെ ഒരു റൂമില് ലൈറ്റിന്റെ എഫക്ട് നോക്കിയിട്ട് കുട്ടിയുടെ പഠനത്തിൽ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ റിസർച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ലൈറ്റ് ഒന്ന് കൂട്ടി കുറക്കും, ഒന്ന് കുറച്ചു കൊടുക്കും എന്നറിയുന്ന. അപ്പോൾ എത്രത്തോളം പഠനത്തിൽ മാറ്റം വരുന്നത് നോക്കാം. ഇനി ഇവിടെ ഈ റൂമിന്റെ ടെമ്പറേച്ചർ ഉണ്ടാവും, അതും കുട്ടിയെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. അതിന്റെ പേരാണ് ഇന്റർവെയിനിങ് വേരിയബിൾ. മീൻസ് ഇത് രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വേരിയബിൾസ്, അതിനാണ് ഇന്റർവെയിനിങ് വേരിയബിൾസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസിൽ കൃത്യമായിട്ട് എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ഡിഫറെന്റ് വേരിയബിൾസ്: 1 ഇൻഡിപെൻഡന്റ് വേരിയബിൾ, 2 ഡിപെൻഡന്റ് വേരിയബിൾ, 3 കൺട്രോൾ വേരിയബിൾ, 4 എക്സ്ട്രേനിയസ് വേരിയബിൾ, 5 മീഡിയേറ്റർ വേരിയബിൾസ്. അത് ചിലപ്പോൾ നിങ്ങളിൽ ഉണ്ടാവില്ല. ഇൻഡിപെൻഡന്റ് വേരിയബിൾ മീൻസ് ദ കോസ് ഓർ വേരിയബിൾ മാനിപ്പുലേറ്റഡ്. അതായത് റിസർച്ചറിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനെ കുറിച്ചാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. റിസർച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത വേരിയബിൾ മീൻസ് എന്തിനാണോ നമ്മൾ പഠിക്കുന്നത് അതിനാണ് ഡിപെൻഡന്റ് വേരിയബിൾ. നേരത്തെ ഉദാഹരണം വേണമെങ്കിൽ പഠിക്കാം. ഇപ്പൊ ലൈറ്റിങ്സ് നോക്കിയിട്ട് എങ്ങനെയാണ് കുട്ടി പഠിക്കുന്നത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ റിസർച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിം ലൈറ്റ് ഒക്കെ ആക്കി കൊടുക്കുക. അപ്പോൾ റിസർച്ചർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ പേരാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? കുട്ടിയുടെ പഠനമാണ് നോക്കുന്നത്, അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. അത് എന്ത് ഡിപെൻഡ് ചെയ്തിരിക്കുകയാണ്? അത് ഈ ലൈറ്റിങ്സുമായി ഡിപെൻഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. പിന്നെ കൺട്രോൾ വേരിയബിൾ കെപ്റ്റ് കോൺസ്റ്റന്റ് ടു അവോയ്ഡ് ഇൻഫ്ലുവൻസ്. മീൻസ് ഈ കൺട്രോൾ വേരിയബിൾ എവിടെ ഉണ്ടാവുക വെച്ചാൽ എക്സ്പെരിമെന്റിലാണ് കൺട്രോൾ വേരിയബിൾ ഉണ്ടാവുക. കാരണം നമ്മൾ ഒരു കൺട്രോൾ വേരിയബിൾസ് എടുക്കുമ്പോൾ എക്സ്പെരിമെന്റ് വേരിയബിൾസ് എടുക്കും. അപ്പോൾ നമ്മൾ ഈ കൺട്രോൾ ഇപ്പോൾ വാക്സിൻ കൊടുത്തിട്ട് അതിന്റെ ഒരു മാറ്റം ബിഹേവിയർ ആണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ ഒരു ടീമിന് വാക്സിൻ കൊടുക്കും, അതാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. വേറൊരു ടീമിന് വാക്സിൻ കൊടുക്കൂല, അതിന്റെ പേരാണ് കൺട്രോൾ ഗ്രൂപ്പ്. വാക്സിൻ കൊടുക്കാതെ ഇവരുടെ മാറ്റം എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ ആണ് എക്സ്ട്രേനിയസ് വേരിയബിൾ, അൺവാണ്ടഡ് വേരിയബിൾസ് ദാറ്റ് മേ അഫക്ട് ദ ടീം. അതാണ് നേരത്തെ പറഞ്ഞ ഇന്റർവെയിനിങ് വേരിയബിൾ. എക്സ്ട്രേനിയസ് വേരിയബിൾ, ഇന്റർവെയിനിങ് വേരിയബിളും അത് നമ്മുടെ ഈ ഒരു റിസർച്ചിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇനി നെക്സ്റ്റ് ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് സൈക്കോളജിക്കൽ റിസർച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം ഏതൊക്കെയാണ്? ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റും കൺട്രോൾ വേരിയബിൾ, എക്സ്ട്രേനിയസ് വേരിയബിൾ പോലത്തെ വേരിയബിൾസ്. ഈ വേരിയബിൾസിനെ കുറിച്ച് ഈ വേരിയബിൾസിന്റെ അതാണ് ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. അതാണ് ഈ ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിന് കാര്യമായിട്ട് പഠിക്കാനുള്ള എന്താണ് കോൺസ്ട്രക്ടർ എന്ന് പഠിച്ചു വെക്കുക, എന്താണ് വേരിയബിൾ എന്ന് പഠിച്ചു വെക്കുക, ഇനി അതിന്റെ കുറച്ച് ടൈപ്സുകളും പഠിച്ചു വെക്കുക. അപ്പൊ അതിന്റെ ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്റർ ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളി. എലൂസിഡേറ്റ് ദ ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. ഒരു കാര്യം മനസ്സിലായില്ലേ? എല്ലാത്തിന്റെ ടൈപ്സും ക്യാരക്ടറിസ്റ്റിക്സും മാത്രം പഠിച്ചു വെച്ചാൽ മതി. എല്ലാത്തിന്റെ ടൈപ്സ് എന്താന്ന് വിഷയം മനസ്സിലാക്കുക, അതിന്റെ കുറച്ച് ടൈപ്പ് മനസ്സിലാക്കുക, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലാക്കുക. അപ്പോൾ
ഇതിന്റെയും ടൈപ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അപ്പൊ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് പറഞ്ഞാൽ എന്താ? ന്യൂമറിക്കൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റിസർച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ടൈപ്സ് നോക്കിക്കോളൂ. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഉണ്ട്, മീൻസ് ഡിസ്ക്രൈബ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡൽ. പിന്നെ ഒന്ന് കോറിലേഷണൽ ആണ്. കോറിലേഷൻ മീൻസ് എക്സാമൈൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. കോറിലേറ്റഡ് മീൻസ് ഇപ്പം പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഹൈ സ്ട്രെസ് ലെവൽ കൂടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്കും പിന്നെ പഠനവും ഹാർഡ് വർക്കും റിസൾട്ടും ഗുഡ് റിസൾട്ടും. അപ്പം ഹാർഡ് വർക്ക് കൂടുന്ന അനുസരിച്ച് കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവുക. ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണ്. രണ്ടും ഇൻക്രീസ് ചെയ്യുക. നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇതൊരു കോറിലേഷൻ മീൻസ് ബന്ധം. ഇനി ഹാർഡ് വർക്ക് കുറയുന്നതനുസരിച്ചിട്ട് പഠനം കൂടൂല, ഗ്രേഡ് കൂടൂല. അത് നെഗറ്റീവ് കോറിലേഷൻ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അത് നെഗറ്റീവ് അതാണ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. രണ്ടും കൂടുക, അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ രണ്ടും വേറെ വേറെ ഡയറക്ഷനിലേക്ക് പോകും, അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. പിന്നെ കോസൽ കമ്പാരിറ്റീവ്സ് ഉണ്ട്. കമ്പയർസ് ഗ്രൂപ്പ്സ് വിത്തൗട്ട് മാനിപ്പുലേറ്റ് ചെയ്യാതെ തന്നെ പരസ്പരം ഗ്രൂപ്പുകളെ നമ്മൾ കമ്പയർ ചെയ്യാം. പിന്നെ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്. മാനിപ്പുലേറ്റ്സ് വേരിയബിൾസ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷനിൽ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം. അതൊക്കെയാണ് ഇതിന്റെ ടൈപ്സ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ഇതിന്റെ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ യൂസസ് ന്യൂമറിക്കൽ ഡാറ്റ. ന്യൂമറിക്കൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻവോൾവ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിരിക്കും ഉണ്ടാവുക. നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ചെയ്യുമല്ലോ, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. പിന്നെ ഫോളോസ് എ സ്ട്രക്ചേർഡ് ആൻഡ് ഒബ്ജക്റ്റീവ് അപ്രോച്ച്. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡും പിന്നെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചും ഉണ്ട്. എയിംസ് ഫോർ ജനറലൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാമ്പിളിനാണല്ലോ റിസർച്ച് ചെയ്യുക. പോപ്പുലേഷനിൽ മൊത്തം ഇപ്പൊ സ്റ്റുഡൻസ് ടീനേജേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് ആണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ എല്ലാ ടീനേജേഴ്സിനെ നമ്മൾ എടുക്കൂല. നമ്മളൊരു 10-15 ടീനേജേഴ്സിനെ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ 10-15 ആളുകളെ കുറിച്ചാണ് സാമ്പിൾ എന്ന് പറയുക. സാമ്പിളിനെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യും. ഇവരൊക്കെ എങ്ങനെയാണ്, അവർക്ക് സ്ട്രെസ് ലെവൽ കൂടുന്നുണ്ട്, അഗ്രസീവ്നെസ് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യും. അതിനാണ് ജനറലൈസബിലിറ്റി പറയുക. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ന്യൂമറിക്കൽ ഡാറ്റ ആയിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിരിക്കും, സ്ട്രക്ചേർഡ് ആൻഡ് ഒബ്ജക്റ്റീവ് അപ്രോച്ച് ആയിരിക്കും, ജനറലൈസബിലിറ്റി ഉണ്ടാവും. അത്രയാണ്. പിന്നെ അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ the characteristics, strengths and limitations of quantitative research method. നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കഴിയും. പിന്നെ പറയുന്നത് സ്ട്രെങ്ത് ആണ്. എന്താണ് ഇതിന്റെ ഉപകാരം? എഫിഷ്യന്റ് ഫോർ ലാർജ് പോപ്പുലേഷന് വേണ്ടി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് നല്ലോണം ഉപയോഗിക്കാം. എനേബിൾസ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങും പെട്ടെന്നായിരിക്കും. ലാർജ് പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എടുക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ്. അപ്പൊ അത് എഴുതി കൊടുക്കാം. ലാർജ് മെത്തേഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. പിന്നെ ലിമിറ്റേഷൻ നോക്കാം. മേ ഇഗ്നോർ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. അത് ഉറപ്പാണ്. കാരണം മൊത്തം നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമ്പേഴ്സിന് നമുക്ക് എത്രത്തോളം ഫീലിങ്സിനെ കറക്റ്റായിട്ട് അളക്കാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ലല്ലോ. അപ്പൊ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് അതേപോലെ ആ എക്സ്പീരിയൻസ് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിൽ ഇന്റർവ്യൂവും പിന്നെ കേസ് സ്റ്റഡി, എത്നോഗ്രാഫിക് റിസർച്ച് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അത് കൃത്യമായി ഫിനോമിനോളജിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോരുത്തരെ കറക്റ്റ് മനസ്സിലാക്കി അതേപോലെ എഴുതിയെടുക്കുമ്പോൾ ഒന്നും കൂടി ആ ഫീലിങ്സ് കൺവേ ആകപ്പെടും. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്പേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനെ കുറച്ച് ഇഗ്നോർ ചെയ്യപ്പെടും. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ, ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമായും മീനിങ്സിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. മീനിങ്സിനെ, എക്സ്പീരിയൻസിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ്. ഉദാഹരണം നോക്കി ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ കീ എലിമെന്റ്സ് ആൻഡ് റിലവൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇപ്പൊ ഇതന്നെ ആയിരിക്കും എല്ലാ വർഷവും റിപ്പീറ്റ് ആയിട്ടുണ്ടാവുക. കീ എലിമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഫോക്കസ് ഓൺ മീനിങ്ങിലേക്ക് നല്ലോണം ഫോക്കസ് ചെയ്യും, എക്സ്പീരിയൻസിലേക്ക് ഫോക്കസ് ചെയ്യും, ഇന്റർപ്രിട്ടേഷനിലേക്ക് ഫോക്കസ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ ഒരു എലിമെന്റ്സ് ഉണ്ടാകുന്നത്. പിന്നെ റിലവൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമുക്ക് എവിടെയൊക്കെ ഉപകാരപ്പെടും? ഒരു കംപ്ലീറ്റ് ഫിനോമിന നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് ഉപയോഗപ്പെടുത്തുക. മീൻസ് ഇപ്പൊ ഒരു ട്രോമ,
കുട്ടീൻ്റെ അടുത്തുള്ള ഒരു ട്രോമയെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ക്വാളിറ്റേറ്റീവ് തന്നെ ഉപയോഗിക്കണം. ക്വാളിറ്റേറ്റീവ് ഉപയോഗിച്ചിട്ട് ആ കുട്ടീനെ കറക്റ്റ് മനസ്സിലാക്കി എന്തൊക്കെയാണ് ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ എന്തൊക്കെയായിരുന്നു, അതിന് മുമ്പ് എങ്ങനെയാണ് ഇത് കോസ് ചെയ്തത്, അത് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ആയിരിക്കും. അപ്പൊ അത്തരം കംപ്ലീറ്റ് ഫിനോമിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട റിലവൻസ്. ഓക്കെ, പിന്നെ എക്സ്പ്ലെയിൻ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷന്റെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഒന്ന് ഇതൊക്കെയാണ് കാര്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതെന്തായാലും എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. ഇൻഡെപ്ത് ഇന്റർവ്യൂ നടത്തുക എന്നുള്ളത് അതൊരു മെത്തേഡാണ്, അത് ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. പിന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്ററാക്ഷൻ. കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ആ ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പഠനം നടത്തുക, അതാണ് ഫോക്കസ് ഗ്രൂപ്പ്. പിന്നെ പറയുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നമ്മൾ ഒബ്സർവ് ചെയ്യാം ഒരു പാർട്ടിസിപ്പന്റ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ ഇതൊക്കെ എങ്ങനെയാണ്, നമ്മളൊരു എക്സ്പെരിമെന്റിലൂടെ ഒബ്സർവ് ചെയ്യാം. പിന്നെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇത് കണ്ടന്റ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ആർക്കൈവ്സ് ഉണ്ടാവും, അത് കുറെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പഴയ ഈ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ സൈക്കോളജിക്കൽ മെന്റൽ ഹെൽത്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരെഴുതി വെച്ചിട്ടുള്ള അവരുടെ ഡോക്യുമെന്റ്സ്, ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. അതിന് കൃത്യമായി അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മെത്തേഡാണ്. അപ്പൊ ആ പ്രധാനപ്പെട്ട 3-4 മെത്തേഡുകൾ പഠിച്ചു വെക്കുക. ഒന്ന് ഇന്റർവ്യൂ, പിന്നെ ഫോക്കസ് ഗ്രൂപ്പ്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ആർക്കൈവ്സ്, പിന്നെ കേസ് സ്റ്റഡി. ഇതേപോലെ ഒരാളെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക, അതിനെ കുറിച്ചാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കേസിന് എടുത്തുകൊണ്ട് അതിന് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക, അതാണ് കേസ് സ്റ്റഡി. അപ്പൊ അതും പഠിച്ചു വെക്കാം. പിന്നെ എത്നോഗ്രാഫിക് റിസർച്ച് മീൻസ് ഒരു വംശത്തെ എടുത്തിട്ട് അവരെ കുറിച്ച് പഠിക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു ട്രൈബൽ ഗ്രൂപ്പ്സിന് എടുക്കുക, ഏതെങ്കിലും എവിടെയെങ്കിലൊക്കെ ഉള്ള ആ ഒരു ഗ്രൂപ്പ്, അവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു എത്നിക് ഗ്രൂപ്പ് ഉണ്ടാവും. ആ എത്നിക് ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവരുടെ വിഷയം കൃത്യമായി പഠിക്കുക, അതിനെക്കുറിച്ചാണ് എത്നോഗ്രഫി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ദെയർ കീ എലിമെന്റ്സ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? ഒന്ന് സബ്ജക്റ്റീവ് ആയിരിക്കും. എംഫസൈസസ് പാർട്ടിസിപ്പൻസ് വ്യൂ പോയിന്റ്. പാർട്ടിസിപ്പന്റ് വ്യൂ പോയിന്റിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കുറച്ച് സബ്ജക്റ്റീവ് ആയിരിക്കും. മീൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ ഇതിന്റെ പറഞ്ഞിട്ടില്ല, ക്വാണ്ടിറ്റേറ്റീവിന്റെ പറഞ്ഞിരുന്നു. അപ്പൊ അതേപോലെ ക്വാളിറ്റേറ്റീവിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ സബ്ജക്റ്റീവ് ആയിരിക്കും. ഓരോരുത്തരെയും കുറച്ച് മനസ്സിലാക്കാൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം നൽകും. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞതാണ് അവര് ഈ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്, സബ്ജക്റ്റീവ്. പിന്നെ പറയുന്നത് കോണ്ടെക്സ്ച്വൽ ആണ്. അക്കേഴ്സ് ഇൻ നാച്ചുറൽ സെറ്റിംഗിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി കോണ്ടെക്സ്ച്വൽ ആണ്, കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് വിഷയം കിട്ടും. പിന്നെ ഫ്ലെക്സിബിൾ ആണ്. റിസർച്ച് ഡിസൈൻ ക്യാൻ ഇവോൾവ് ഡ്യൂറിങ് സ്റ്റഡി. അപ്പോൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് അത് തന്നെ മാറി എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ആ എവല്യൂഷൻ കൃത്യമായിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഇനി അഥവാ റിസർച്ചിനെ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും മാറ്റം വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ എഴുതി കൊടുക്കാൻ പറ്റും. മറ്റൊരുത്താണെന്ന് ക്വാണ്ടിറ്റേറ്റീവിലാണെന്ന് പ്രയാസമാണ്, കാരണം ഒക്കെ ന്യൂമറിക്കലാണ്. പിന്നെയും നമ്മൾ ഫസ്റ്റ് റിസർച്ച് ചെയ്യേണ്ടി വരും. അത് അത്ര ഫ്ലെക്സിബിൾ അല്ല. ഇവിടെ ആകുമ്പോൾ അത് എളുപ്പമാണ്, മാറ്റി എഴുതാൻ പറ്റും, കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും വെട്ടി മാറ്റണമെന്നുണ്ടെങ്കിൽ വെട്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പ്രശ്നം ക്വാണ്ടിറ്റേറ്റീവില്, ഈ ഒരു നല്ല കാര്യം ക്വാണ്ടിറ്റേറ്റീവില് പറ്റൂല. പിന്നെ ഇന്റർപ്രറ്റീവ്, ഡാറ്റ അനലൈസ് ത്രൂ തീംസ് ആൻഡ് കാറ്റഗറീസ്. ഡാറ്റ കിട്ടുന്നത് നമുക്ക് പെട്ടെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്വാണ്ടിറ്റേറ്റീവ് പോലെയല്ല. ക്വാണ്ടിറ്റേറ്റീവ് പറയുന്നത് നമുക്ക് ഡാറ്റാസ് ആണ്, നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. ആ നമ്പേഴ്സ് എടുത്ത് കറക്റ്റ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. ഇവിടെ അതിന്റെ പ്രശ്നമില്ല. ഇവിടെ നമുക്ക് കിട്ടിയ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമ്പേഴ്സ് ആണ്, ഇവിടെ ഡാറ്റകൾ കിട്ടിയിട്ടുണ്ടോ അത് കൃത്യമായി നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഇന്റർവ്യൂവിൽ നിന്ന് ഇങ്ങനെ വിഷയങ്ങൾ കിട്ടിയപ്പോൾ അവർക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവാൻ കാരണമാണ്, ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ടൈപ്സ് അതിൽ നമ്മൾ പറഞ്ഞു, ഒന്ന് എന്തൊക്കെ പറഞ്ഞത്, ഇന്റർവ്യൂ, അങ്ങനെ ഫിനോമിനോളജി, എത്നോഗ്രഫി, ഗ്രൗണ്ടഡ് തിയറി, കേസ് സ്റ്റഡി, ഇതൊക്കെ അതിന്റെ ടൈപ്സ് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സിന്റെ ടൈപ്സ് ആണ്. ഒന്ന് ഫിനോമിനോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് ലിവ്ഡ് എക്സ്പീരിയൻസ്. ഒരാൾ ജീവിച്ച് തീർത്ത ആ ഒരു ലൈഫിനെ കുറിച്ച് പഠിക്കുന്നതിനെ കുറിച്ചാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നോക്കിയാൽ എത്നോഗ്രഫി മീൻസ് സ്റ്റഡീസ് കൾച്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. കൾച്ചറിനെ കുറിച്ചും കമ്മ്യൂണിറ്റീസിനെ കുറിച്ചും പഠിക്കുന്നതിനെ കുറിച്ചാണ് എത്നോഗ്രഫി മീൻസ് ഒരു എത്നിക് ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാം. പിന്നെ ഗ്രൗണ്ടഡ് തിയറി ബിൽഡ്സ് തിയറീസ് ഫ്രം ഡാറ്റകളിൽ നിന്ന് നമ്മൾ തിയറി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത്.
പിന്നെ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു ഈവന്റിനെയോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതിനെ കുറിച്ചാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഫിനോമിനോളജി, എത്നോഗ്രഫി, ഗ്രൗണ്ടഡ് തിയറി, കേസ് സ്റ്റഡി, ഇങ്ങനെ കുറച്ച് ടൈപ്സുകളെ പഠിച്ചു വെച്ചേക്കാം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, വീണ്ടും നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലോറേറ്റീവ് ആയിരിക്കും, നോൺ ന്യൂമറിക്കൽ ആയിരിക്കും, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് അതും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇവിടെ എഴുതി കൊടുക്കാം. പിന്നെ അടുത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിക്സ്ഡ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ്. ഇനി മറ്റൊരു സംഭവമാണ്, നമ്മൾ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പഠിക്കുന്നതിനെ കുറിച്ചാണ് റിസർച്ച് മിക്സ്ഡ് അപ്രോച്ച് മെത്തേഡ് ഉള്ളത്. അപ്പൊ ഇതും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഒരു കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും നമുക്ക്. കോംപ്രഹെൻസീവ്, ഇപ്പൊ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, മീൻസ് ഒരു ലാർജ് പോപ്പുലേഷനിൽ എഫിഷ്യന്റ് ആയി നമുക്ക് റിസർച്ച് ചെയ്യാൻ കഴിയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ഉപയോഗിച്ചാണ്. അപ്പൊ അത് നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ഓരോ ലിവ്ഡ് എക്സ്പീരിയൻസുകളുടെയും ഓരോ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനെയും നമുക്ക് കൃത്യമായിട്ട് ഒപ്പിയെടുക്കാനും പറ്റും. അങ്ങനെ ഒരു മിക്സ്ഡ് റിസർച്ച് മെത്തേഡ് അപ്രോച്ചിനെ കുറിച്ച് അതും കൂടെ നിങ്ങൾ എഴുതി കൊടുക്കാം. മീൻസ് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു റിസർച്ച്, അതാണ് മിക്സ്ഡ് റിസർച്ച്. സാർ, മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ഒന്നുകൂടി പറയും. മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഓക്കെ, ഇന്റർവ്യൂ ഒന്ന്, നമുക്ക് അതിൽ തന്നെ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഉണ്ട്, പിന്നെന്താ സെമി സ്ട്രക്ചേർഡ് ഉണ്ട്. അതാണോ ചോദിക്കുന്ന ഉള്ളിലുള്ള? സാർ, അങ്ങനെ ഒരു ടോപ്പിക് ടെക്സ്റ്റിലില്ല. ഇന്റർവ്യൂ ഇല്ലേ? ഇന്റർവ്യൂ വേണമല്ലോ. ക്വാളിറ്റേറ്റീവ് മെത്തേഡിന്റെ ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ഇന്റർവ്യൂ എന്നുള്ളത്. അതിൽ തന്നെ സ്ട്രക്ചേർഡും സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഉണ്ട്. സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോവാന്നുള്ളത്. സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ, അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ തീരെ ക്വസ്റ്റ്യൻ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല. അവിടെ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് വന്ന ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാം. ഇത് അൺസ്ട്രക്ചേർഡ് ആണ്. സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്യുക, കുറച്ച് ആ ടൈമിൽ ചോദിക്കാന്ന് പറയുന്ന ചോദ്യങ്ങൾ, അതാണ് ഇന്റർവ്യൂ. പിന്നെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, പിന്നെ അതേ ആർക്കൈവൽ റിസർച്ച്, ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിന്റെ മെത്തഡോളജിയാണ്, ഡാറ്റ കളക്ഷൻ മെത്തഡോളജിയാണ്. ക്ലിയർ ആയല്ലേ? ഇനി അടുത്തത് പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് ആണ്, 6ാമത്തെ ചാപ്റ്റർ. പോപ്പുലേഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ മീൻസ് നമ്മൾ ആരെ കുറിച്ചാണോ പഠിക്കുന്നത് അവരാണ് പോപ്പുലേഷൻ. ഇപ്പൊ നമ്മൾ കേരളത്തിലെ നേഴ്സ്, അവരുടെ സ്ട്രെസ് ലെവലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ കേരളത്തിലെ നേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന എല്ലാവരും, ഇതാണ് പോപ്പുലേഷൻ. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 100-200 ഓളം വരുന്ന പോപ്പുലേഷൻ നേഴ്സുമാരെ എടുത്ത് അവരെ കുറിച്ച് പഠിക്കുന്നു. അവരെ കുറിച്ച് പറയുന്ന പേരാണ് സാമ്പിൾ. അപ്പൊ പോപ്പുലേഷൻ, സാമ്പിൾ. ഓക്കെ, ഇനി ഡിസ്കസ് ദ ടെക്നിക്സ് ഓഫ് പ്രോബാബിലിറ്റി സാമ്പിളിംഗ്. ഇതിൽ കുറച്ച് സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. മീൻസ് ഈക്വൽ ചാൻസ് ഫോർ ഈച്ച് മെമ്പേഴ്സ്, എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉള്ള ഒരു തരത്തിലുള്ള സാമ്പിളിംഗ്. ഈ ലോട്ടറി മെത്തേഡൊക്കെ അങ്ങനെയാണ്, നമ്മൾ നറുക്കെടുത്ത് എടുക്കുക. അപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ചാൻസ് ഉണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ എടുക്കാം, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സ്ട്രെസ് ലെവലാണ് പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ 5 റോൾ നമ്പറുള്ള കുട്ടികളെ കുറിച്ച് പഠിക്കാം. അപ്പൊ 5, 10, 5, 15, 25, 35 എന്ന് പറയുന്ന എല്ലാ ഒരു nth ടേമിലുള്ള ആളുകളെ കുറിച്ച് മാത്രം പഠിക്കുക. അതാണ് സിസ്റ്റമാറ്റിക്. പിന്നെ പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് മീൻസ് ഡിവൈഡ് പോപ്പുലേഷൻ ഇൻറ്റു സ്ട്രാറ്റ ആൻഡ് സാമ്പിൾ ഫ്രം ഈച്ച്. പറയുമ്പോൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും ക്ലസ്റ്റർ സാമ്പിളിംഗും ഉണ്ട്. ഇത് രണ്ടിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ നേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ, കേരളത്തിലെ നേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ കേരളത്തെ എന്ത് ചെയ്യുക, ജില്ലകളായിട്ട് ഡിവൈഡ് ചെയ്യുക. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം എന്ന് പറഞ്ഞിട്ട് ഫുൾ ഒരു 14 ഗ്രൂപ്പുകളാക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ജില്ലകളിൽ നിന്നും ഒരു 5-10 ആളുകൾ എടുക്കുക. അപ്പൊ ഫസ്റ്റ് സ്ട്രാറ്റകളായിട്ട് ഡിവൈഡ് ചെയ്യുകയും അവരിൽ നിന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നടത്തുന്നതിനെ കുറിച്ചാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും.
അങ്ങനെ ഒരു കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്ത ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുകയും എന്നിട്ട് ആ ഗ്രൂപ്പിനെ മൊത്തം എടുക്കും. അതിനാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഒരു ജില്ല മൊത്തം എടുക്കുക. കാസർഗോഡിലുള്ള എല്ലാവരെയും എടുക്കുക, മലപ്പുറത്തുള്ള എല്ലാവരും എടുക്കുക. ഇങ്ങനെ നടത്തുന്നതിനെ കുറിച്ചാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രധാനപ്പെട്ട കുറച്ച് സാമ്പിളിംഗ് മെത്തേഡുകൾ പഠിച്ചു വെക്കുക. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, പിന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ്. അടുത്ത നോക്കുക, ഡിസ്കസ്. ടെക്സ്റ്റിലാവുന്നില്ല. ഈ പ്രൊബാബിലിറ്റി സാമ്പിളിംഗ് ഒക്കെ ഇതിൽ പെടുന്ന തന്നെയാണ്. പ്രൊബാബിലിറ്റി സാമ്പിളിംഗിന്റെ ടെക്നിക്കാണ്. യൂണിറ്റ് നമ്പർ 6 എന്നല്ലേ. ടെക്സ്റ്റിലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ്സ്, സാമ്പിൾ സൈസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഡിറ്റർമൈനിങ് അതിന്റെ ഒരു ടൈപ്പാണ്. പ്രൊബാബിലിറ്റി സാമ്പിളിംഗിൽ പെടുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് റാൻഡം. എനിക്ക് തോന്നുന്നത് അതിന്റെ അപ്പുറത്തെ ചാപ്റ്ററിലായിരിക്കും അത് ഉണ്ടാവാന്നുള്ളത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക്. ടെക്സ്റ്റ് ബേസ്ഡ് തന്നെ ആൻസർ എഴുതണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. കോമൺ ആയിട്ട് എഴുതിയാൽ മതി. മീൻസ് ഇതൊക്കെ അതിന്റെ ഒരു ടൈപ്സ് ആണ്. ഇങ്ങനെ തന്നെ വരുള്ളൂ. ഓക്കെ, ഇനി ആ പ്രൊബാബിലിറ്റി സാമ്പിളിംഗിന്റെ കീഴിലുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗും സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡും ക്ലസ്റ്ററും ഒക്കെ. ഇത് നിർബന്ധമാണ്. ഇത് ഇങ്ങനെയാണ്. നമ്മൾ എല്ലാ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും ഈ പ്രൊബാബിലിറ്റി സാമ്പിളിംഗിന്റെ കീഴിൽ ഇതൊക്കെ വരണം. അതാണ് ഇപ്പൊ ചോദ്യത്തിൽ തന്നെ ഉള്ളത്. ടെക്നിക്സ് ഓഫ് പ്രോബ്ലംസ് പ്രൊബാബിലിറ്റി സാമ്പിളിംഗ് എന്ന് നമ്മളോട് ചോദിച്ചാൽ പിന്നെ അതിന്റെ ടെക്നിക്സ് ആണ് നമ്മൾ എഴുതുന്നത്. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഡിസ്കസ് നോൺ പ്രൊബാബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ്. നോൺ പ്രൊബാബിലിറ്റി സാമ്പിളിംഗിലാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗും കോട്ട സാമ്പിളിംഗും ഉള്ളത്. കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ സബ്ജക്ട്സ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഡാറ്റകൾ എടുക്കാം. അതിനാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ കേരളത്തിലെ നേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലുള്ള നേഴ്സുമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കാം. എന്നിട്ട് പറയാം കേരളത്തിലെ നേഴ്സുമാരൊക്കെ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, അത് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ആണ്. നമ്മൾ അടുത്തുള്ള ആളുകളെ കുറിച്ച് പഠിക്കാം. പിന്നെ പറയുന്ന പെർപ്പസീവ് സാമ്പിളിംഗ് ആണ്. പെർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ സെലക്ടഡ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് കൊടുക്കുക, എന്നിട്ട് അതുള്ളവരൊക്കെ കൂട്ടുക. എന്തെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു. അതാണ് പെർപ്പസീവ് സാമ്പിളിംഗ്. പിന്നെ സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നേഴ്സിനെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ആ നേഴ്സിന്റെ അടുത്ത് നമ്മൾ ആവശ്യമുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് നേഴ്സിനോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇനി ആരെങ്കിലും പറഞ്ഞുതരാണ്ടോ? അപ്പൊ നേഴ്സ് പറയും, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പറഞ്ഞിട്ട് ഓളെയും വിളിക്കും. എന്നിട്ട് അവരെ കുറിച്ച് അപ്പൊ ഈ പാർട്ടിസിപ്പന്റ് തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്യും. പാർട്ടിസിപ്പന്റ് പറയും എന്നാ ഇവരും കൂട്ടാം, എന്നാ അവരും കൂട്ടാം എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് സ്നോബോൾ സാമ്പിളിംഗ്. പിന്നെ ഉള്ളത് കോട്ട സാമ്പിളിംഗ് ആണ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഒരു കോട്ട ഉണ്ടാക്കി വെക്കും, ഒരു 15 ആൾ എടുക്കാന്ന് പറയാം. എന്നിട്ട് ആ 15 ആള് കിട്ടുന്നത് വരെ ഡാറ്റകൾ ആളുകളെ കൂട്ടുക, സാമ്പിളിന് കൂട്ടുക. 15 ആൾ കഴിഞ്ഞാൽ നിർത്തിയിട്ട് ഇവരെ കുറിച്ച് റിസർച്ച് നടത്താം. ഇതാണ് കോട്ട സാമ്പിൾ. ഒരു കോട്ട വെക്കുക, എന്നിട്ട് ആ കോട്ടയിൽ പെടുന്ന ആളുകളൊക്കെ എടുത്ത് റിസർച്ച് ചെയ്യുക. അപ്പൊ അതിനാണ് കൺവീനിയന്റ് സാമ്പിളിംഗ്, പെർപ്പസീവ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, പിന്നെ കോട്ട സാമ്പിളിംഗ്. ഇതൊക്കെ നോൺ പ്രൊബാബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കാണ്. മനസ്സിലായല്ലേ? പ്രൊബാബിലിറ്റി സാമ്പിളിംഗിൽ പെട്ടതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗും സിസ്റ്റമാറ്റിക് സാമ്പിളിംഗും സ്ട്രാറ്റിഫൈഡും ക്ലസ്റ്റർ ഒക്കെ. നോൺ പ്രൊബാബിലിറ്റി എന്ന് പറയുമ്പോൾ കൺവീനിയന്റ്, പെർപ്പസീവ്, സ്നോബോൾ, കോട്ട സാമ്പിളിംഗ് ഒക്കെ. ഇതിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ പ്രൊബാബിലിറ്റി സാമ്പിളിംഗ് തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് ഡിസ്ക്രൈബ് വേരിയസ് ക്രൈറ്റീരിയ ഇൻവോൾവ് ഇൻ സാമ്പിളിംഗ്. ക്രൈറ്റീരിയസ് ഇൻവോൾവ് ഇൻ സാമ്പിളിംഗ് ആണ്. ഒന്ന് സാമ്പിൾ സൈസ്. സാമ്പിളിംഗിൽ എന്ത് ക്രൈറ്റീരിയ ആണ് ആവശ്യം? ഒന്ന് സാമ്പിൾ സൈസ് ഷുഡ് ബി അഡ്യൂക്കേറ്റ് ഫോർ ജനറലൈസേഷൻ. സാമ്പിൾ സൈസ് ഉണ്ടാവണം. എത്ര ജനറലൈസ് ചെയ്യാൻ പറ്റുന്നത്ര സാമ്പിൾ സൈസ് ഉണ്ടാവണം. അതായത് കേരളത്തിലെ നഴ്സുമാരെ കുറിച്ചുള്ള അവരുടെ സ്ട്രെസ് എത്രത്തോളമാണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചു, അതിൽ നമ്മൾ ഒരു 50 ഒരു 100 നഴ്സുമാരെ കുറിച്ച് പഠിച്ചാൽ പോരാ. അതിൽ നമ്മൾ ഒരുപാട് നഴ്സുമാരെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് വെറും ഒരു 100 നഴ്സുമാരെ കുറിച്ച് പഠിച്ചിട്ട് അവർക്കൊക്കെ സ്ട്രെസ് ലെവൽ കൂടുതലാണ്, അതുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും, കേരളത്തിലെ എല്ലാ നഴ്സുമാർക്കും സ്ട്രെസ് ലെവൽ കൂടുതലാണ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സാമ്പിൾ സൈസ് വളരെ കുറവാണ്. സാമ്പിൾ സൈസ് നമ്മൾ കൂടുതൽ എടുക്കണം. കുറേ എടുത്താലേ ഒന്നും കൂടി പോപ്പുലേഷനുമായി അടുത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ റെപ്രസെന്റേറ്റീവ്നെസ്, അടുത്ത പോയിന്റ്. റിഫ്ലെക്ട്സ് പോപ്പുലേഷൻ ട്രൈറ്റ്സ്. മീൻസ് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നഴ്സുമാരെ കുറിച്ച് എന്ന് പറയുമ്പോൾ നഴ്സുമാരെ തന്നെ എടുക്കണം. അതാണ് റെപ്രസെന്റേറ്റീവ്നെസ്. പിന്നെ സാമ്പിളിംഗ് മെത്തേഡ്, പ്രൊബാബിലിറ്റിയോ നോൺ പ്രൊബാബിലിറ്റിയോ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ സാമ്പിളിംഗ് മെത്തേഡ് നടത്താം. പിന്നെ ഫീസിബിലിറ്റി, ടൈമും കോസ്റ്റും ആക്സസിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് റിസർച്ച് ചെയ്യാന്നുള്ള സാമ്പിളിംഗ് നടത്താന്നുള്ള. പിന്നെ എക്സ്പ്ലെയിൻ പോപ്പുലേഷനും ആൻഡ് സാമ്പിളിംഗും. പോപ്പുലേഷൻ എന്താന്ന് പറഞ്ഞു, എൻറ്റയർ ഗ്രൂപ്പ് ഏതിനെ കുറിച്ച് പഠിക്കുകയാണ് അതിന്റെ എൻറ്റയർ ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എടുക്കുന്ന ആളുകൾ, അതിനെ കുറിച്ചാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിൾ
എന്ന് പറയാം, ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ച്. എന്നിട്ട് ഈ കുറച്ച് ആളുകളെ മാത്രം എടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ്, ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സാമ്പിളിങ്. ഓക്കെ, അതിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പ്രൊബാബിലിറ്റി, നമ്മൾ ഒന്ന് നറുക്കെടുത്തെടുക്കുക, കൺവീനിയന്റ് ആയിട്ട് എടുക്കുക, ക്വാട്ട സാമ്പിളിങ്ങിലൂടെ എടുക്കുക, പേർപ്പസീവ് സ്നോബോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു മെത്തേഡാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൊബാബിലിറ്റി ആൻഡ് നോൺ പ്രൊബാബിലിറ്റി സാമ്പിളിംഗ്. പ്രൊബാബിലിറ്റി സാമ്പിളിങ്ങിന്റെ പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ പ്രൊബാബിലിറ്റി ബേസ്ഡ് ഓൺ റാൻഡം സെലക്ഷൻ ആണ്, വളരെ റാൻഡം ആയിട്ട് ആളുകളെ കിട്ടും. നോൺ പ്രൊബാബിലിറ്റിയുടെ പ്രശ്നം അങ്ങനല്ല, നമ്മൾ വിചാരിക്കണം ആര് കിട്ടണം എന്നിട്ട് അവരെ മാത്രം എടുക്കുക, അതാണ് നോൺ പ്രൊബാബിലിറ്റി. ഇപ്പൊ കൺവീനിയന്റ് ആണെങ്കിലും സ്നോബോൾ ആണ്, സ്നോബോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ഇതാ വരുന്നത്, ഏത് നമ്മൾ ഉദ്ദേശിക്കുകയാണ് ഇത്ര ആളുകൾ ഇത്ര കിട്ടിയാൽ മതി എന്നാണ്, അതാണ് നോൺ പ്രൊബാബിലിറ്റി സാമ്പിളിംഗ്. ഇനി നമ്മൾ റാൻഡമായി നമ്മളൊന്നും വിചാരിക്കുന്നില്ല ഇന്ന ആളുകളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ എടുക്കാം. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങോ സ്ട്രാറ്റിഫൈഡോ ക്ലസ്റ്റർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, അതാണ് എന്ത് ഈ പ്രൊബാബിലിറ്റി സാമ്പിളിംഗ്, അത്രേ ഉള്ളൂ. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. നമ്മൾ ഈ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ടാവും, ആർക്കാണെങ്കിലും കിട്ടും. നമ്മൾ ഈ ലോട്ടറി മെത്തേഡ് ഒക്കെ അങ്ങനെയാണ്, ഫുള്ള് നറുക്കെടുക്കൽ, പേപ്പറൊക്കെ ചുരുട്ടിട്ടിട്ട് ആർക്കാണെങ്കിലും ഈക്വൽ ചാൻസ് ഉണ്ട്, ആർക്കാണെങ്കിലും കിട്ടുക എന്നുള്ള അതിന്റെ പേരാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അപ്പൊ അതൊന്നും എഴുതി കൊടുക്കുക. പിന്നെ പറയുന്നത് സാമ്പിളിംഗ് ടെക്നിക്കുകളെ കുറിച്ചാണ്. സാമ്പിളിംഗ് ടെക്നിക് അത് സാമ്പിളിംഗ് ബയാസുകളെ കുറിച്ചാണ്. ഡിസംബർ 2022 വന്ന ചോദ്യം. സാമ്പിളിംഗ് ബയാസ് occurs when the sample doesn't accurately represent the population, leads to invalid or skewed results and reduce generalizability. അപ്പൊ സാമ്പിൾ ഡസൻ ആക്യുറേറ്റ്ലി പോപ്പുലേഷന് കറക്റ്റ് ആയിട്ട് സാമ്പിൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് ബയാസ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, സിമ്പിൾ റാൻഡമോ ക്ലസ്റ്ററോ സ്ട്രാറ്റിഫൈഡ്, ഏതെങ്കിലും ഒരു റാൻഡം മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻറ്റയർ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചാണ് സാമ്പിളിംഗ് ബയാസ് എന്ന് പറയാം. ഇനി സാമ്പിളിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു പ്രൊബാബിലിറ്റി ഉണ്ട്, നോൺ പ്രൊബാബിലിറ്റി ഉണ്ട്. അങ്ങനെ ആ സാമ്പിളിംഗ് ടെക്നിക്കുകളെ കുറിച്ച് സംസാരിച്ചു. ഈ ചാപ്റ്ററിലാണ് അത് കൃത്യമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിലാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഈ ചാപ്റ്ററിലായിരിക്കും സാമ്പിളിംഗ് ടെക്നിക്കുകളെ കുറിച്ച് പറയുന്നത്. റാൻഡം സാമ്പിളിങ്ങും അല്ല പ്രൊബാബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രൊബാബിലിറ്റി സാമ്പിളിങ്ങും അതിൽ തന്നെ അല്ലെ, നിങ്ങൾ നോക്കി നോക്ക്, എന്തായാലും ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ 2 ചാപ്റ്റർ എഴുതാൻ പറ്റും, 2 യൂണിറ്റ് ഒന്നും എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായല്ലേ. ഇനി മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷന്റെ മെത്തേഡുകളെ കുറിച്ച് പറയാം. അത് നമ്മൾ ഒന്ന് പറഞ്ഞു, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, ക്വാളിറ്റി. നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേനോ ഈ മെത്തേഡ്സ് ഒക്കെ എവിടെ പറയുന്നുണ്ട്, അത് ഈ ചാപ്റ്ററിലും പറയുന്നുണ്ട്. അതന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകൾ, സർവേ, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്, സൈക്കോ റിസർച്ച് എന്നൊക്കെ പറഞ്ഞത് അത് ഈ ചാപ്റ്ററിലാണ് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ ഇന്റർവ്യൂവും പിന്നെ ഒബ്സർവേഷനും കേസ് സ്റ്റഡി, എത്നോഗ്രാഫിക് റിസർച്ച് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് ഈ ചാപ്റ്ററിലാണ്. അല്ല, നിങ്ങൾ ഈ ചാപ്റ്ററിൽ തന്നെ ഉള്ളത് നോക്കി നോക്കിയോ? ഓക്കെ. അപ്പൊ ഇതാണ്. അപ്പോ ഈ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് യൂണിറ്റ് നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഈ ചാപ്റ്ററിലാണ് അവർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മറ്റേ ചാപ്റ്ററിൽ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്, ഈ ചാപ്റ്ററിലാണ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പഠിച്ചാൽ തന്നെ, ഈ ഒരു കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടായാൽ തന്നെ ഏത് യൂണിറ്റ് നിന്ന് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവും. ഇനി അടുത്ത യൂണിറ്റ് നമ്പർ 9 ഇതുവരെ പറഞ്ഞ ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഇനി അടുത്ത് നോക്കിക്കോളി. ഇൻട്രൊഡക്ഷൻ ടു ടെസ്റ്റ് കൺസ്ട്രക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് ചോദ്യം, ഡിഫൈൻ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. 2 ഇമ്പോർട്ടന്റ് സാധനമാണ്. ഡിസ്കസ് ടൈപ്സ് ഓഫ് വാലിഡിറ്റി. അപ്പൊ നോക്കിക്കോളി, വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി ടു വിച്ച് എ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. എന്ന് പറയുമ്പോൾ എന്തിനാണോ മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ കൃത്യമായി മെഷർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കലാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഡിപ്രഷൻ, ഒരു ടീനേജേഴ്സിന്റെ ഡിപ്രഷനാണ് നമ്മൾ അളക്കുന്നത് എങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള സ്കെയിൽ ഉണ്ടല്ലോ, ആ സ്കെയില് വാലിഡിറ്റി ആണെന്ന് എങ്ങനെ അറിയാം? ആ സ്കെയില് കൃത്യമായി ഡിപ്രഷനെ തന്നെയാണോ അളക്കുന്നത് എന്ന് നോക്കലാണ് വാലിഡിറ്റി. ഓക്കെ,
വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. എന്തിനാണോ അത് മെഷർ ചെയ്യുമെന്ന് ക്ലെയിം ചെയ്യുന്നത് അതിനെ മെഷർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഡിഗ്രി ടു വിച്ച് ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. അതിൽ തന്നെ കണ്ടന്റ് വാലിഡിറ്റി മീൻസ് കവർ. ഇപ്പം ഡിപ്രഷൻ ആണ് കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ ആണ് നമ്മൾ പഠിക്കണമെങ്കിൽ ഡിപ്രഷനെ കവർ ചെയ്യുന്ന എല്ലാ ആസ്പെക്റ്റുകളും ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വിഷമിക്കുക, അത് ഫുൾ കൺസിസ്റ്റന്റ് സാഡ്നെസ് എന്ന് പറയുന്നത് ഒരു ആസ്പെക്ട് ആണ്. ആൻഹെഡോണിയ മീൻസ് ഒന്നിലൊരു സന്തോഷം തോന്നാതിരിക്കുക എന്ന് പറയുന്നത് ആൻഹെഡോണിയാണ്. ഇങ്ങനെ കുറച്ച് ഡിപ്രഷന്റെ സിംറ്റംസ് ഉണ്ട്. ആ സിംറ്റംസിനെ എല്ലാം കവർ ചെയ്യുന്നതായ ക്വസ്റ്റ്യൻ ഈ സ്കെയിലുണ്ടോ എന്ന് നോക്കലാണ് കണ്ടന്റ് വാലിഡിറ്റി. എല്ലാ ആസ്പെക്റ്റുകളെയും കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമ്മൾ ടെസ്റ്റിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സ്കെയിൽ എടുത്ത് ആ സ്കെയിലിന് എന്തൊക്കെ വേണം എന്ന് പറയുന്നതാണ്. കൺസ്ട്രക്ട് വാലിഡിറ്റി. അടുത്തത് മാച്ചസ് തിയററ്റിക്കൽ കോൺസെപ്റ്റ്. ഇപ്പൊ ഡിപ്രഷനെ കുറിച്ചാണ് പറയണമെങ്കിൽ ഡിപ്രഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം അതിന് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്ന് പറയുന്നതിനാണ് കൺസ്ട്രക്ട് വാലിഡിറ്റി. തിയററ്റിക്കൽ കൺസ്ട്രക്റ്റുമായിട്ട് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൺസ്ട്രക്ട് വാലിഡിറ്റി. പിന്നെയുള്ള ക്രൈറ്റീരിയൻ വാലിഡിറ്റി. ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായി എത്രത്തോളം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് എത്രത്തോളം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി എന്ന് പറയും. അടുത്ത പോയിന്റ് ഒക്കെ റിലയബിലിറ്റി. വാലിഡിറ്റി എന്താണെന്ന് മനസ്സിലായി. എന്തിനാണോ മെഷർ ചെയ്യാൻ ക്ലെയിം ചെയ്യുന്നത് അതിനെ മെഷർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വാലിഡിറ്റി. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി അക്രോസ് ടൈം ആൻഡ് സിറ്റുവേഷൻ. ഇപ്പോൾ ഒരാൾ മെഷർ ചെയ്തു, മറ്റൊരാൾ മെഷർ ചെയ്തു, അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ കിട്ടിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരേ ഉത്തരം തന്നെയാണോ കിട്ടുന്നത്, കൺസിസ്റ്റൻസി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പേരാണ് റിലയബിലിറ്റി. ഒരിക്കൽ ഡിപ്രഷൻ അളന്നപ്പോൾ ഡിപ്രഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി, പിന്നെ ഡിപ്രഷൻ അതേപോലെ അളന്ന് നോക്കിയപ്പോൾ ഡിപ്രഷൻ ഇല്ല എന്ന് കണ്ടെത്തി. അപ്പൊ അങ്ങനെ ആയിട്ട് കാര്യം. അപ്പോൾ ആ സ്കെയിലിന് റിലയബിലിറ്റി ഇല്ല എന്നർത്ഥം, റിലയബിൾ അല്ല എന്നർത്ഥം. റിലയബിലിറ്റി മീൻസ് എന്ത് ചെയ്യാൻ പറ്റണം, എല്ലാ സമയത്തും ടെസ്റ്റ് നടത്തുന്ന സമയത്തൊക്കെ സെയിം ആൻസർ ആയിരിക്കും കിട്ടേണ്ടത്. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വാലിഡിറ്റിന്റെ ടൈപ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അത് മാത്രമേ എഴുതി കൊടുക്കുക. കണ്ടന്റ്, കൺസ്ട്രക്ട്, ക്രൈറ്റീരിയൻ എന്നൊക്കെ പറയുന്നത് വാലിഡിറ്റി. ഇനി എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് വാലിഡിറ്റി ആൻഡ് വേസ് ഓഫ് മെഷറിംഗ് റിലയബിലിറ്റി. ഓക്കെ, എന്തൊക്കെ വാലിഡിറ്റിന്റെ ടൈപ്സ് ആണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്, അതും അതേപോലെ തന്നെ എഴുതി കൊടുക്കുക. കണ്ടന്റ്, കൺസ്ട്രക്ട്, ക്രൈറ്റീരിയ എന്നൊക്കെ പറയട്ടെ. പിന്നെ ആൻഡ് വേസ് ഓഫ് മെഷറിംഗ് റിലയബിലിറ്റി മെഷർ ചെയ്യാനുള്ള വേസ് മീൻസ് റിലയബിലിറ്റിന്റെ ടൈപ്സ് ആണ് ചോദിച്ചത് ശരിക്കും. വേസ് ഓഫ് മെഷറിംഗ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റിന്റെ മെഷർ എന്തൊക്കെയാണെന്ന് ചോദ്യം. അപ്പൊ റിലയബിലിറ്റിന്റെ മെഷർ എന്തൊക്കെയാണ്? ഒന്ന് ടെസ്റ്റ്, റീടെസ്റ്റ് വാലിഡിറ്റി മീൻസ് ഒരിക്കൽ ഒരു ടെസ്റ്റ് നടത്തി എന്നിട്ട് ഓവർ ടൈം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഓവർ ടൈം ആയിട്ട് അടുത്ത ടെസ്റ്റ് നടത്താം. അതിന്റെ പേരാണ് ടെസ്റ്റ്, റീടെസ്റ്റ്, റിലയബിലിറ്റി. അടുത്തത് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി മീൻസ് ഒരു ടെസ്റ്റിനെ തന്നെ രണ്ട് ഭാഗമാക്കിയിട്ട്, ഇപ്പോൾ ഡിപ്രഷൻ ആണ് അളക്കുന്നതെങ്കിൽ ഡിപ്രഷന്റെ ആ ഒരു സ്കെയിലിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, 10 എണ്ണത്തിൽ 5 അങ്ങോട്ടും ഇങ്ങോട്ട് ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് പരസ്പരം എത്രത്തോളം കോറിലേറ്റഡ് ആണെന്ന് നോക്കാം. അതാണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. ഇതിൽ നടത്തി നോക്കുന്ന ചോദ്യങ്ങളും അതിൽ നടത്തി നോക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എത്രത്തോളം കോറിലേറ്റഡ് അടുത്ത് കിടക്കുന്നുണ്ട് അനുസരിച്ചിട്ടാണ് ഇതിന്റെ റിലയബിലിറ്റി തീരുമാനിക്കുക. പിന്നെ ഇന്റേണൽ കൺസിസ്റ്റൻസി, അത് ക്രോൺബാഷ് ആൽഫ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ KR20 ഫോർമുല ഉണ്ട്. അപ്പൊ ഇന്റേണൽ കൺസിസ്റ്റൻസി മീൻസ് ഈ ഡിപ്രഷൻ ആണ് അളക്കുന്നതെങ്കിൽ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളുണ്ടല്ലോ, ഇത് പരസ്പരം എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, പരസ്പരം എത്രത്തോളം കോറിലേറ്റഡ് ആണ് എന്ന് കണ്ടെത്തുന്നതാണ് ഇന്റേണൽ കൺസിസ്റ്റൻസി. അതിൽ തന്നെ ക്രോൺബാഷ് ആൽഫ എന്ന് പറയുമ്പോൾ നമ്മൾ ലിക്കറ്റ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ടും KR20 പറയുമ്പോൾ നമ്മുടെ എസ്-ഓർ-നോ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുന്ന ആ ഒരു ഫോർമുലാസ് ആണ്. ജസ്റ്റ് പേര് ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. ഇപ്പോൾ ക്രോൺബാഷ് ആൽഫ, KR20 ഫോർമുല ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി കണ്ടെത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. പിന്നെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആയിട്ടുള്ള റിസർച്ച് പ്രപ്പോസൽ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ഉള്ള ചാപ്റ്റർ എന്ന് വന്നിട്ടുള്ള ചോദ്യം. ഒന്ന് ഡിസ്ക്രൈബ് ദ ഫോർമാറ്റ് ഓഫ് റിസർച്ച്. റിസർച്ചിന്റെ ഫോർമാറ്റിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഒന്ന് എന്തുണ്ടാവണം, ഇത് ക്ലിയർ ആണ്, വേണമെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒന്ന് ടൈറ്റിൽ പേജ് വേണം. ഒരു റിസർച്ച് പ്രപ്പോസലിന് എന്ത് വേണം, പ്രധാനമായി ടൈറ്റിൽ പേജ് വേണം. മീൻസ് എന്താണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നതെന്നുള്ള ആ ടൈറ്റിൽ വേണം. പിന്നെ അബ്സ്ട്രാക്ട് വേണം. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ റിസർച്ചിന്റെ ഒരു ബ്ലൂ പ്രിന്റ്, ഇതാണ് എൻ്റെ റിസർച്ച്, ഇത് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള മെത്തഡോളജി ഇങ്ങനെയൊക്കെയാണ്, ഇതിന്റെ ഫൈൻഡിങ്സ് ഇങ്ങനെയൊക്കെയാണ്, അവസാനം എൻ്റെ കൺക്ലൂഷൻ ഇതാണെന്ന് പറയുന്ന ഒരു 300 വേർഡ്സിൽ ഒതുങ്ങുന്ന ഒരു രീതിയിലുള്ള ഒരു ബ്ലൂ പ്രിന്റ്, അതിന്റെ പേരാണ് അബ്സ്ട്രാക്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ മീൻസ് ഏതൊരു ബിഗിനറിനും നമ്മുടെ റിസർച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാം.
അതിന്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ എഴുതി കൊടുക്കുക ഇതാണെന്ന് പറഞ്ഞിട്ട്. നമ്മളെ ഏറ്റവും വലിയ ഭാഗം ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ എന്തിനാണ് ഇത് റിസർച്ച് നടത്തേണ്ട ആവശ്യം, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് അങ്ങനെ അറിയിക്കണം. ആ രീതിയിലായിരിക്കും ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുക. പിന്നെ പറയുന്നത് മെത്തേഡാണ്. മെത്തേഡ് മീൻസ് പാർട്ടിസിപ്പൻസ്, ടൂൾസ്, പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഏത് രീതിയിലാണ് മെത്തഡോളജി ഉപയോഗിച്ചിട്ടുള്ളത്? സിമ്പിൾ റാൻഡം, ഏത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ എന്ന് പറയുന്ന, നമ്മൾ എങ്ങനെയൊക്കെയാണ് റിസർച്ച് ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടോ, കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ടോ, ഒക്കെ കൃത്യമായിട്ട് അവിടെ പറയാന്നുള്ളതാണ് മെത്തഡോളജി. പിന്നെ റിസൾട്ട്സ്, നമ്മളെ മെത്തേഡ്സ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ റിസൾട്ടാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. നമ്മൾ ടേബിൾ ഉപയോഗിച്ചിട്ടോ അനാലിസിസ് നടത്തിയിട്ടോ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾ റിസൾട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പിന്നെ ഡിസ്കഷൻ, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടിന്റെ ഡിസ്കഷൻ കൊടുക്കുക. ആ ഒരു ഫൈൻഡിങ്സ് ഇങ്ങനെ നമ്മൾ സ്ട്രെസ് ലെവൽ കൂടിയതായിട്ട് നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ കുറഞ്ഞതായിട്ട് കണ്ടെത്തി എന്ന് പറയുന്ന ആ ഒരു ഇത് കൊടുക്കാം. എന്നിട്ട് അവസാനം റെഫറൻസ് കൊടുക്കുക. എവിടെ നിന്നൊക്കെയാണ് ഇത് എടുത്തിട്ടുള്ളത്, ഒന്നുകിൽ APA ഫോർമാറ്റ് ഉണ്ട് അല്ലെങ്കിൽ MLA ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുക. ഇതാണ് ഇതിന്റെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന റെഫറൻസ്. അപ്പൊ അതാണ് പ്രധാനമായി എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. ടൈറ്റിൽ പേജ് വേണം, അബ്സ്ട്രാക്ട് വേണം, ഇൻട്രൊഡക്ഷൻ വേണം, മെത്തഡോളജി ഉണ്ടായിരിക്കണം, റിസൾട്ട്സ് ഉണ്ടായിരിക്കണം. റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ ഒന്നിൽ തന്നെ നമുക്ക് റിസൾട്ട്സ് ഉണ്ടായിരിക്കണം, ഡിസ്കഷൻ ഉണ്ടായിരിക്കണം, അവസാനമായിട്ട് ബിബ്ലിയോഗ്രഫി, റെഫറൻസ് ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ഒരേ ചോദ്യം തന്നെ 2 വർഷം റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഡിസ്ക്രൈബ് ദ ഫോർമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, മീൻസ് അത് തന്നെ റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ്, റിസർച്ച് പ്രൊപ്പോസ്, മൊത്തത്തിൽ റിസർച്ച് റിപ്പോർട്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഫോർമാറ്റ്. അടുത്ത വർഷം അത് സെയിം ചോദ്യം തന്നെ ചോദിച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ദ ഫോർമാറ്റ് ഓഫ് റൈറ്റിംഗ് റിസർച്ച്, സെയിം ക്വസ്റ്റ്യൻ തന്നെ, സെയിം. അത് ഒരു സാധനം പഠിച്ചാൽ തന്നെ നമുക്ക് എല്ലാത്തിനും ഉത്തരം എഴുതാം. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് പ്രൊപ്പോസൽ, ഇത് ഏകദേശം ഒരേപോലത്തെ ചോദ്യം തന്നെ. ഇതിൽ നമുക്ക് ടൈറ്റിൽ ഉണ്ടാവണം, ഒബ്ജക്റ്റീവ് ഉണ്ടാവണം, റാഷണൽ ഓഫ് ദി സ്റ്റഡി ഉണ്ടാവണം, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടാവണം, മെത്തഡോളജി ഉണ്ടാവണം എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇതിലും കൊടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയത് ഇതാട്ടോ, റാഷണൽ ഓഫ് ദി സ്റ്റഡി. എന്തിനിത് പഠിക്കണം എന്നുള്ള റാഷണൽ ഓഫ് ദി സ്റ്റഡി നിങ്ങൾ ആഡ് ചെയ്യണം എന്തായാലും. പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ രണ്ടും ആഡ് ചെയ്യണം. അപ്പൊ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് റാഷണൽ ഓഫ് ദി സ്റ്റഡി ആണ് വരേണ്ടത്, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ വരണം, പിന്നെയാണ് മെത്തഡോളജി, പിന്നെ റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ ഒന്ന് തന്നെ, പിന്നെ ലാസ്റ്റ് റെഫറൻസ്. ഇത്രേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ കഴിഞ്ഞാല്? പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് പ്രപ്പോസൽ നമ്മൾ എഴുതാണോ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ റിസർച്ച് പ്രപ്പോസൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള മെത്തഡോളജിയാണ് ഇത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ റിസർച്ച് ചെയ്യൊന്നും വേണ്ട, റിസർച്ചിന്റെ സംഭവങ്ങളൊന്നും ചെയ്യണ്ട. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ചാപ്റ്ററിന്റെ അവസാനം പറയുന്നുണ്ട് എന്തൊക്കെയാണ് റിസർച്ച് പ്രപ്പോസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്. അത് ഈ ടൈറ്റിൽ പേജ് വേണം, അബ്സ്ട്രാക്ട് വേണം. അബ്സ്ട്രാക്ടിൽ എന്തൊക്കെ, അബ്സ്ട്രാക്ട് പറഞ്ഞാൽ എന്താ, അബ്സ്ട്രാക്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ എന്തൊക്കെ ഉണ്ടായിരിക്കണം, റാഷണൽ ഓഫ് ദി സ്റ്റഡി പറഞ്ഞാൽ എന്താണ്, മെത്തഡോളജി എങ്ങനെയാണ് എന്ന് പറയുന്ന ആ സംഭവങ്ങളൊക്കെ എഴുതി കൊടുക്കുക എന്നുള്ളത് തന്നെ നമുക്ക് വേണ്ടി. ആ ഒരു ചാപ്റ്ററിന് അത് മാത്രം പഠിച്ചാൽ മതി, അത് മാത്രമേ വരുള്ളൂ. ഇപ്പൊ വേറെ തിരിച്ചു മറിച്ചൊക്കെ വേറെ ചോദ്യങ്ങളിൽ വരും, അത് കറക്റ്റായി എഴുതി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ നോട്ട് ഉണ്ടോ സർ? ഇതിന്റെ നോട്ട് നിങ്ങളെ അഡ്മിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. സൈക്യു അഡ്മിൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, വേറെ എന്തെങ്കിലും? ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ആക്കാൻ? അങ്ങനെ ഒറ്റടിക്ക് സ്കിപ്പ് ചെയ്യാന്ന് ഞാൻ പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് തോന്നുന്ന ഒരു 5-6 ചാപ്റ്റർ ഒന്ന് പറയാം. അങ്ങനല്ല, ഇപ്പൊ പ്രീവിയസ്ലി ചോദിച്ചാല് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. ഒന്ന് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും, ഇത് രണ്ടും കൃത്യമായി പഠിച്ചെടുക്കുക. ഇതിന്റെ സ്റ്റെപ്സും ക്യാരക്ടറിസ്റ്റിക്സ് നല്ലോണം അറിഞ്ഞിരിക്കുക എന്നുള്ള. ഓക്കെ, പിന്നെ റിസർച്ചിന്റെ സ്റ്റെപ്സ്, റിസർച്ച് ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ്, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന ആ സംഭവം ഇല്ലേ, അതിന്റെ സ്റ്റെപ്സ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എല്ലാത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക്സും സ്റ്റെപ്സും മനസ്സിലാക്കി വെച്ചാൽ മതി. അതാണ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരികയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്, ഇത് ഇന്ന് ഈ പറഞ്ഞ ക്ലാസ്സിലെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ ഒരു കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടായാൽ മതി. എന്താണ് ഹൈപ്പോത്തിസിസ്, എന്താണ് നൾ ഹൈപ്പോത്തിസിസ്, എന്താണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, എന്താണ് റിസർച്ച് മെത്തഡോളജി, എന്താണ് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ വെച്ചിട്ട് എക്സാമ്പിൾസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എഴുതേണ്ട എക്സാം, അങ്ങനെയാണ് എഴുതേണ്ടത്. ആ കറക്റ്റ് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയാൽ മതി.
ബാക്കി കണ്ട് എഴുതി കൊടുക്കുക. ഇത് നമുക്ക് കാരണം എന്താ വെച്ചാൽ ഈ എക്സാമിന് മാത്രമല്ല ഈ റിസർച്ച് മെത്തഡോളജി ഉപയോഗപ്പെടാം. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ചെയ്യാണ്ടാവും, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ. ഓക്കെ, ഇനി എന്തെങ്കിലും നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാ. ഇൻഷാല്ലാ. താങ്ക് യു. Thank you, sir.